പറയുമ്പോൾ അവർ അതുകൊണ്ടൊരു സമാധാനത്തോട് പോയി പിന്നീട് അവരത് ആ വഴിപാടുകൾ നടത്താൻ വേണ്ടി വരുന്ന സമയത്ത് അവർ തന്നെ വളരെ സന്തോഷവതിയായിട്ട് പറയാറുണ്ട്, അമ്മ ഞങ്ങളെ കാത്തു രക്ഷിച്ചു. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് ശ്രീ തിരുകുന്നപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് എഴക്കാട് പള്ളിക്കാവ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടത്. ഇവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായ കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഇതിന്റെ ആളുകൾ, ക്ഷേത്രത്തിന്റെ തിരുമേനിയും അതുപോലെ ഇദ്ദേഹത്തെ പിന്നെ നമ്മളിപ്പോ 2-3 ക്ഷേത്രങ്ങൾ അടുപ്പിച്ച് ചെയ്ത് എല്ലാവർക്കും പരിചയമുണ്ടാവും. അത് 28ഓളം ക്ഷേത്രങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിക്കാം. ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇനിയും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും അറിയപ്പെടാത്ത ആളുകളിലേക്കും എത്തിച്ചേരട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയധികം, ഒന്നാമതേക്ക് തോന്നുന്നത് ഇത്രയും കൂടുതൽ ക്ഷേത്രങ്ങൾ ചെയ്തത് ഞാൻ തന്നെ തോന്നും. അപ്പൊ അത്രയും ക്ഷേത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ ഈ ക്ഷേത്രവും അതുപോലെ ഉയർന്നു വരട്ടെ. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം. ഓക്കെ. പാലക്കാട് ജില്ലയിലെ 1500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാരും ചരിത്രകാരന്മാരും പറയുന്ന ദേവീക്ഷേത്രമാണ് എഴക്കാട് തിരുകുന്നപ്പള്ളിക്കാവ്. പാലക്കാട് ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ പാലക്കാട് പട്ടണത്തിൽ നിന്നും 16 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ജനകീയ ക്ഷേത്രമാണ് ഇത്. ഈ ഭഗവതിക്ക് മുതലായിട്ടുള്ളത് വടക്ക് തല ഉയർത്തി നിൽക്കുന്ന കല്ലടിക്കോടൻ മല മുതൽ തെക്ക് മുച്ചീരി മലകൾക്ക് ഇടയിൽ കിടക്കുന്ന 18 ദേശങ്ങളിൽ വസിക്കുന്ന ജാതിമത ഭേദമില്ലാത്ത ജനസഹസ്രങ്ങളുടെ നിർലോഭമായ സഹകരണവും ആരാധനയും മാത്രമാണ്. അല്ലാതെ ഭഗവതിക്ക് പ്രത്യേകമായി വസ്തുവകകളോ മുതലുകളോ ഒന്നും തന്നെയില്ല. ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന രൂപമെല്ലാം ജാതിമത ഭേദമന്യേയുള്ള ഭക്തരുടെ സംഭാവനയാണ്. ഈ ക്ഷേത്രോത്പത്തെ പറ്റിയുള്ള പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. ലോകത്തിൽ ദുഷ്ടനിഗ്രഹ ശിഷ്ട പരിപാലനാർത്ഥം പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടാറുള്ള ആദിപരാശക്തി ഒരിക്കൽ 3 സഹോദരിമാരുടെ രൂപത്തിൽ എഴക്കാട് ദേശത്തിന് തൊട്ടുള്ള കാഞ്ഞിക്കുളം എന്ന ദേശത്ത് ഒരു സാധു കുടുംബമായ പതിയിൽ വീട്ടിൽ ഒരു ദിവസം സായം സന്ധിക്ക് ചെന്നു അത്രേ. ഗൃഹനാഥനായ പതിയിൽ മുത്താർ എന്ത് സഹായമാണ് താൻ ചെയ്തു തരേണ്ടത് എന്നാരാഞ്ഞപ്പോൾ ആ സഹോദരിമാർ തങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതിയെന്നും അത് തങ്ങൾ തന്നെ പാകം ചെയ്ത് കഴിച്ചോളാമെന്നും അതിനുള്ള സൗകര്യം ചെയ്തു തന്നാൽ മതിയെന്നും പറഞ്ഞു. അവരുടെ ആവശ്യാനുസരണം വെച്ചുണ്ണുവാനായി ഗൃഹനാഥൻ മൂവർക്കുമായി ഒരു ഓട്ടുരുളിയും ഒരു ഇരുമ്പ് ചട്ടിയും ഒരു മൺചട്ടിയും കൊടുത്തു എന്നും മൂവരും ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് അവിടെ തന്നെ അന്തി ഉറങ്ങുവാൻ അനുവാദം ചോദിച്ച് കിടക്കുകയും ചെയ്തു അത്രേ. പിറ്റേന്ന് കാലത്ത് സഹോദരികളെ കാണാഞ്ഞ ഗൃഹനാഥൻ പരിഭ്രമിച്ച് നാട് മുഴുവൻ നടന്ന് കാണാതായപ്പോൾ അന്നത്തെ ദേശവാഴിയായിരുന്ന കോങ്ങാട്ട് നായരെ സമീപിച്ച് കാര്യങ്ങൾ വിവരിക്കുകയും ഗൃഹനാഥനും കോങ്ങാട്ട് നായരും മറ്റും ചേർന്ന് ദേശത്ത് പണിക്കരെ ചെന്ന് കണ്ട് പ്രശ്നമേൽപ്പിച്ചു നോക്കുകയും ചെയ്തപ്പോൾ ആ വന്ന സഹോദരികൾ ആദിപരാശക്തിയുടെ രൂപങ്ങളാണെന്നും അവരെ വേണ്ട പോലെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ ആയത് നാടിനും നാട്ടുകാർക്കും ശ്രേയസ്കരമായിരിക്കുമെന്നും കാണുകയാൽ ആയതിലെ ജ്യേഷ്ഠത്തിയെ കുന്നപ്പുള്ളി ഭഗവതി എന്ന പേരിൽ എഴക്കാട്ടിലും രണ്ടാമത്തെ സഹോദരിയെ മാഞ്ചേരി ഭഗവതി എന്ന പേരിൽ കോങ്ങാട്ടിലെ ചെറായ എന്ന സ്ഥലത്തും ഏറ്റവും ഇളയ സഹോദരിയെ സത്രംകാവിൽ ഭഗവതി എന്ന പേരിൽ കാഞ്ഞിക്കുളത്തും പ്രതിഷ്ഠിച്ച് ആരാധന ആരംഭിക്കുകയും ചെയ്തു എന്ന് പഴമക്കാർ പറയുന്നു. ഞാൻ വേണുഗോപാൽ, കൊളപ്പമണ്ണ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. 27ഓളം ക്ഷേത്രങ്ങൾ കൊളപ്പമണ്ണ ദേവസ്വത്തിൻ്റെ കീഴിലുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ആയി പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും ഒറ്റപ്പാലം കോഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെയും ഇതുപോലുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു ക്ഷേത്രം, അതായത് കൊളപ്പമണ്ണ ദേവസ്വത്തിൻ്റെ സെൻട്രൽ ഓഫീസായിട്ടുള്ള എഴക്കാട് തിരുകുന്നപ്പള്ളിക്കാവിലാണ് ഇന്ന് ഞാൻ വീഡിയോ കൊടുക്കുന്നത്. ഇതൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള
ക്ഷേത്രം. പാലക്കാട്ട് നിന്ന് സുമാർ 15 കിലോമീറ്റർ മുണ്ടൂർ കോങ്ങാട് റൂട്ടിൽ ചെർപ്പളശ്ശേരിക്ക് പോകുന്ന പ്രധാന പാതയിൽ അതിനോട് ഓരത്തുള്ള വലിയൊരു മഹാക്ഷേത്രമാണ് എഴക്കാട് തിരുകുന്നപ്പള്ളിക്കാവ്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 5-6 ഉത്സവങ്ങളാണ് ഒരു വർഷം ഉള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം 1500ഓളം വർഷം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഭൂമികളോ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. അതായത് കല്ലടിക്കോട് മലയുടെയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന മുച്ചേരി മലയുടെയും ഇടയിലുള്ള 18.5 ദേശം ആണ് ഈ ക്ഷേത്രത്തിന്റെ തട്ടകമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഒരു 8.5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന ഭക്തന്മാരെ ഉൾക്കൊള്ളുന്ന വലിയൊരു പരദേവതയാണ് നമ്മുടെ തിരുകുന്നപ്പള്ളി അമ്മ എന്ന ഈ ക്ഷേത്രത്തിന്റെ ഉടമ. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ സർവലോക ദുഷ്ടപരിഹാരത്തിനായി ആദിപരാശക്തി പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു ദിവസം 3 സഹോദരിമാരുടെ വേഷത്തിൽ കോങ്ങാടിനടുത്ത് കാഞ്ഞിക്കുളം എന്ന സ്ഥലത്ത് പതിയിൽ എന്ന നായർ തറവാട്ടിൽ ഒരു ദിവസം സന്ധ്യാസമയത്ത് 3 സഹോദരിമാരുടെ രൂപത്തിൽ അവിടെ എത്തിച്ചേരുകയും അവിടെയുള്ള തറവാട്ടുകാരനവരോട് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, അതുപോലെ അന്തി ഉറങ്ങാനുള്ള സ്ഥലം വേണം എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം വളരെ സാധു കുടുംബത്തിലാണെങ്കിലും ദയാലുവും കൂടിയാണ്. അദ്ദേഹം അത് പൂർണ്ണമായി ചെവിക്കൊണ്ട് അവർക്ക് 3 പാത്രം കൊടുക്കുകയും അത് അവർ തന്നെ ഭക്ഷണം അവരും തന്നെ സ്വയം പാകം ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് എന്നാണ് പറയുന്നത്. 3 പാത്രം കൊടുത്തു, അതിലേക്കുള്ള സാധനങ്ങൾ കൊടുത്തു, അവർ ഭക്ഷണം ചെയ്ത് അവർക്ക് അന്തി ഉറങ്ങാനുള്ള അനുമതി ആവശ്യപ്പെട്ടു, അതും കൊടുത്തു. അങ്ങനെ തറവാട്ടുകാരനവർ രാത്രി കടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഈ 3 സഹോദരിമാരെ കാണാനില്ല. അദ്ദേഹത്തിന് പരിഭ്രമായി, ഇവരെവിടെ പോയി എന്നറിയില്ല. അങ്ങനെ അദ്ദേഹം അന്നത്തെ ഇവിടുത്തെ സ്ഥാനിയായിട്ടുള്ള കോങ്ങാട് നായർ തറവാട്ടിലെ കോങ്ങാട് നായർ എന്ന മൂപ്പൽ നായർ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹവും ഈ പതിയിൽ കുടുംബത്തിലെ നായരും കൂടി അടുത്തുള്ള ഒരു ജോത്സ്യനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും അപ്പൊ അദ്ദേഹം പ്രശ്നവിധി പ്രകാരം നോക്കിയപ്പോൾ ഇത് ആദിപരാശക്തിയുടെ രൂപങ്ങളാണ്, ഇത് ഭഗവതിയുടെ പ്രതീകാത്മകമാണ്, അതുകൊണ്ട് ഇവരെ കുടിവെക്കണം എന്ന് അവരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പതിയിൽ നായരും കോങ്ങാട് നായർ കുടുംബത്തിലെ അവരും കൂടി ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അർത്തക്കാട് എന്ന തറവാട്ടില് ഒരു മരക്കുടിലില് ആണ് ഇവരെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞ് എല്ലാ ദിവസവും രാത്രി അർദ്ധരാത്രി അവിടെ ഒരു പള്ളിയാലുണ്ട്. അവിടെ ഉഗ്രസ്വരൂപിണിയായിട്ട് ഈ ദേവത അവരുടെ പരിവാരങ്ങളോടുകൂടെ നൃത്തം ചെയ്യുകയും അത് അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു അത്രേ. ആ സ്ഥലമാണ് ഇന്ന് കളിക്കണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കളിക്കണ്ടത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന കുമ്മാട്ടിയുമായി ബന്ധപ്പെടുന്നതും വിഷുവേലയുമായി ബന്ധപ്പെടുന്നു വരുന്നതായ 100 കണക്കിന് വേലകൾ പാലക്കാട് ജില്ലയിലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള ഉത്സവങ്ങളാണ് ഇത്. 10,000 പങ്കെടുക്കുന്ന വേലയാണ്. ജനങ്ങൾ ബാഹുല്യം അത്ര അധികം ഉണ്ടാവും. ഈ വേലകളെല്ലാം ഈ കളിക്കണ്ടത്തിൽ ഇറങ്ങി കുറച്ചു നേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് വരികയുള്ളൂ. ഈ കളിക്കണ്ടത്തിന്റെ ഓർമ്മ അന്ന് മുതൽക്ക് ഇന്നും പരിപാലിച്ച് വരുന്നുണ്ട്.
ഇതിന് ശേഷം ഈ അർത്തക്കാട് കുടിവച്ചതിന് ശേഷം അന്നത്തെ ഇവിടുത്തെ മേൽക്കോയ്മ നമ്പൂതിരി സമുദായങ്ങൾക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രമുഖരായിട്ടുള്ള കുളപ്പമണ്ണ മനക്കാരോട് ഈ വിവരം പറയുകയും പൊതുവെ ഈ പ്രദേശം മുഴുവൻ അവരുടെ അധീനതയിലായതുകൊണ്ടും പതിയിൽ നായരും കോങ്ങാട് നായരും കൂടി ഈ വിവരവും ഈ പ്രതിഷ്ഠയും മനവക ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഷ്ഠിച്ച ദേവതയെ അവിടുന്ന് ആവാഹിച്ച് ഇപ്പൊ കാണുന്ന കുന്നപ്പള്ളി അമ്മ ഇരിക്കുന്ന ഈ ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ നിലവിൽ വന്നത്. ഇതിന് ഇവിടെ പ്രധാനമായിട്ട് 5 ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസംബർ 15 താലപ്പൊലിയും, തുടർന്ന് മകരച്ചൊവ്വ, അത് ഇവിടെ പ്രതിഷ്ഠിച്ചത് മീനത്തിലെ ഉത്രനാളിലാണ്. അങ്ങനെ പ്രതിഷ്ഠാദിനം ദിവസം മുതൽ കൂട്ടുമുള ആരംഭിച്ച് ഏതാണ്ട് 37 കളരി കൂട്ട് ഇവിടെ സ്ഥിരമായി നടന്ന് പാവക്കൂത്തോടുകൂടെ മാർച്ച് മാസത്തിൽ 1-ാം തീയതിയോ 2-ാം തീയതിയോ ഒക്കെ ആയി കുമ്മാട്ടിക്ക് ശേഷം വിഷുവേല, തുടർന്ന് കർക്കിടക മാസത്തില് രാമായണ മാസം അതിഗംഭീരമായി ആചരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നവരാത്രി ഗംഭീരമായി ആചരിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത ഭാഗം ഒരു മാസം കൂടി കഴിയുമ്പോഴേക്ക് താലപ്പൊലി റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ ഒരു വർഷം മിക്കവാറും മാസങ്ങളിൽ തന്നെ ഉത്സവങ്ങൾ ഗംഭീരമായി നടത്തുന്ന ഒരു ക്ഷേത്രവും ഭക്തജന ബാഹുല്യം അതിഭയങ്കരമായിട്ടുള്ള ക്ഷേത്രവുമാണ് ഇത്. ഈ കുമ്മാട്ടി ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ഐതിഹ്യം, അതിൻ്റെ പിന്നിലും വലിയൊരു ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൊടുങ്ങല്ലൂരമ്മ, അന്നത്തെ നാട്ടുദേവതമാര്, അവരുടെ മേൽക്കോയ്മ കൊടുങ്ങല്ലൂരമ്മയ്ക്കാണ്. അപ്പൊ അന്ന് ഈ നാട്ടുദേവതമാര് അതാത് വർഷം കിട്ടുന്ന ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിക്കണം. ഇതാണ് അന്നത്തെ അവരുടെ സമ്പ്രദായം. ഇത് ഒരു പ്രാവശ്യം കുന്നപ്പള്ളി അമ്മയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഇതില് കോപിഷ്ഠയായ കൊടുങ്ങല്ലൂരമ്മ കല്ലടിക്കോടം മലയുടെ മുകളില് അതികോപാകുലയായി സർവ ആയുധങ്ങളും സന്നാഹങ്ങളുമായി നിൽക്കുന്ന സമയത്ത് രാത്രി ഈ പ്രദേശത്തെ ആളുകളുടെ ക്ഷേമാന്വേഷണവും സുരക്ഷയും കണക്കിലെടുത്ത് ഭഗവതി വാളും പരിവാരങ്ങളും ആയി എല്ലാ ഭാഗത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഇവിടെ വെട്ടിത്തൊടി എന്ന സ്ഥലത്തുള്ള പള്ളിയാലിൽ വിശ്രമിക്കുന്ന സമയത്ത് കൊടുങ്ങല്ലൂരമ്മ അതിൻ്റെ കല്ലടിക്കോട് മലയുടെ മുകളിൽ ഉഗ്രസ്വരൂപിണിയായി അതിഭയങ്കര ശൗര്യത്തോടും ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത്. ഈ ദേഷ്യത്തിന്റെ കാരണം ഈ എല്ലാ വർഷവും കൊടുക്കുന്ന സാമ്പത്തിക ലാഭം കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്തില്ല എന്നുള്ളതിന്റെ ദേഷ്യത്തിൽ ഭക്തജനങ്ങളാണോ എന്നേക്കാൾ നിനക്ക് വലുത് എന്ന് അട്ടഹസിച്ചുകൊണ്ട് ചോദിച്ച് കുന്നപ്പള്ളി അമ്മയെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ശക്തിസ്വരൂപിണിയായിട്ടുള്ള ഉഗ്രദേവതയായിട്ടുള്ള കുന്നപ്പള്ളി അമ്മ ആ എല്ലാ ആക്രമണങ്ങളെയും തടുത്ത് പിന്മാറുകയാണ് ഉണ്ടായത്. കൊടുങ്ങല്ലൂരമ്മ ഇതോടുകൂടെ പിൻവാങ്ങി തിരിച്ചുപോയി. ഇതിൽ കോപിഷ്ഠയായിട്ടുള്ള കുന്നപ്പള്ളി അമ്മ കൊടുങ്ങല്ലൂരമ്മയുടെ കിങ്കരിയായിട്ടുള്ള വസൂരിമാലയെ വധിക്കാൻ പുറപ്പെട്ടു. ഈ കൊടുങ്ങല്ലൂരമ്മ ഇതിനു മുമ്പ് തിരിച്ചു പോയ അതേ സമയത്ത് തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും വസൂരി പിടിപെടുകയും ഒരു ദിവസം രാവിലെ ഭക്തജനങ്ങൾ രക്ഷിക്കണേ അമ്മേ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് വന്നു എന്നാണ് ഐതിഹ്യം. ഇതിൽ കോപിഷ്ഠയായ കുന്നപ്പള്ളി അമ്മ വസൂരിമാലയെ വധിക്കാൻ പുറപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വസൂരിമാല കേണപേക്ഷിച്ചുകൊണ്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുന്നപ്പള്ളി അമ്മയുടെ കാൽക്കൽ വീഴുകയും അങ്ങനെ മോക്ഷം കൊടുക്കുക എന്നതിൽ ഉപരി അവരുടെ പശ്ചാത്താപം മനസ്സിൽ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാപ്പ് കൊടുത്ത് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഈ പറഞ്ഞയക്കണതിന്റെ കൂട്ടത്തിൽ അവർ വന്നതിന് വേണ്ടി 101 മാനുകളെ കൊന്ന് അവര് ചോര കൊടുത്ത് സംതൃപ്തി അടയിച്ചാണ് പോയത്.
ഇപ്പോഴും മാൻവെട്ടിക്കണ്ടം എന്ന പേരിൽ ആ സ്ഥലം ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഈ കുമ്മാട്ടി ആഘോഷം എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇതാണ് ഈ കുമ്മാട്ടിയുടെ ചരിത്രം. ഈ 5 ഉത്സവങ്ങളും ഇവിടെ അതിഗംഭീരമായി നടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു കാലത്ത് ഒരു ക്ഷയിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്നും കുളപ്പമണ്ണക്കാരുടെ പരമാവധി സഹായവും അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക സ്രോതസ്സും എടുത്താണ് ഇവരെല്ലാ ക്ഷേത്രങ്ങളും നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം കൊണ്ട് നടന്നത്. അന്ന് ചെറിയൊരു ശ്രീകോവിലും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പതിയെ പതിയെ ഓരോ വർഷവും അന്നത്തെ ഭക്തജന കമ്മിറ്റിയുടെ സഹായത്തോടുകൂടെ ഈ ക്ഷേത്രം പടിപടിയായി ഇന്ന് കാണുന്ന ഈ ഉയരത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അടുത്ത വർഷം 2026 ഇപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊടിമരം മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളാണ്. അതിനുള്ള കൊടിമരത്തിനുള്ള തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. 2026 ജൂൺ 17 തുടങ്ങി 27-28 ദിവസം വരെ, അതായത് 11 ദിവസത്തെ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയുമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായിട്ടുള്ള പ്രദീപും അശോകേട്ടനും ഇവിടുത്തെ മേശാന്തിയായിട്ടുള്ള സുരേഷേട്ടനും സംസാരിക്കും. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി വെച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ നടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. വളരെ കാലങ്ങളായി ഈ ജനകീയ കമ്മിറ്റി ആയിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അതിനോടനുബന്ധിച്ച് ഇവിടെ ഓരോ വിശേഷങ്ങളിലും ഈ ജനകീയ കമ്മിറ്റി മുൻനിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നതുമായിരിക്കും. അതേപോലെ തന്നെ ഇതും സംഭാവനയോ ഇത് ഒന്നും പിരിക്കാതെ ഈ 18 ദേശത്തിലെ ജനങ്ങളും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ഒരു ഉത്സവങ്ങളാണ് ഇവിടെ നടക്കാറുള്ളത്. അത് പ്രത്യേകിച്ച് ആ ഉത്സവത്തിനുള്ള ഒരു ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയുടെ ധ്വജപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഉത്രം നാളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ആ നാളിൽ പ്രത്യേക രീതിയിൽ പ്രസാദ ഊട്ടും വരുന്ന കർക്കിടക മാസത്തിൽ 31 ദിവസവും നമ്മളിവിടെ പ്രസാദ ഊട്ടും നടത്തുന്നതായി. ഈ ഒരു പ്രത്യേകത ഈ അമ്പലത്തിൽ എല്ലാ പ്രാവശ്യവും വളരെ ഗംഭീരമായി തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ജനകീയ കമ്മിറ്റി പിരിച്ചുവിട്ട് അതിനുശേഷം ഒരു ഉപദേശക സമിതി ഇവിടെ രൂപീകരിക്കുകയും ആ ഉപദേശക സമിതിയുടെ ഒരു 4-5 വർഷത്തെ പ്രവർത്തനം ഒരു നല്ല രീതിയിൽ ഒരു 20-25 ചെറുപ്പക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടും വളരെ ഇതായി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടാണ് ക്ഷേത്രത്തിന് ഈ ഡെവലപ്മെന്റ് എത്തിയിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ നടത്തുന്ന സുധീഷ് ശരിക്ക് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനവും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ച് ഈ ഒരു യൂട്യൂബിൽ ഇട്ടുകൊണ്ട് നമ്മളുടെ ഈ ദേശത്തെ മൊത്തം അറിയിക്കാനും അത് ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. ക്ഷേത്രത്തിന്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ചരിത്രങ്ങളും ഗോണോട്ടിനെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടി അതിനോട് ഞാൻ കൂട്ടി വായിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ ഇവിടെ ക്ഷേത്രം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നമ്മൾക്കിപ്പോ ഉപദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉപദേവതകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹനുമാൻ, ആദ്യമായി തന്നെ പറയട്ടെ, നമ്മളുടെ ഗണപതി, അയ്യപ്പൻ, ഹനുമാൻ, നാഗങ്ങള്, അതുപോലെ ഭൈരവനും ഭൈരവനും ഉൾപ്പെടുന്ന ഒരു ഉപദേവതകളാണ് നമ്മളിവിടെ പ്രതിഷ്ഠിക്കുന്നത്. വളരെ പവർഫുള്ളായ ഉപദേവതകളാണ്. എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ തിരക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ഭഗവതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക്, അതാണ് അതിൻ്റെ ഒരു സത്യം. അത് കൊണ്ടറിഞ്ഞവർക്കേ അത് അറിയുള്ളൂ. ഈ തട്ടകത്തിൽ വന്ന് തൊഴുതുമ്പോൾ ഒരു തുള്ളി കണ്ണീരെങ്കിലും വീഴാത്ത ഒരു ഭക്തൻ പോലും ഈ തട്ടകത്തിലില്ല. അത് ഈ എന്നിൽ കേൾക്കുന്ന ആളുകൾക്ക് അത് സത്യാവസ്ഥ അറിയാം. ഒന്നുകിൽ അദ്ദേഹം സന്തോഷം കൊണ്ടായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സങ്കടം കൊണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ആ ഭഗവതി കേൾക്കും എന്നുള്ളതാണ് ചരിത്രപരമായി തന്നെ നൂറ്റാണ്ടുകളായി വരുന്ന അതിന്റെ ഐതിഹ്യം. അത് ബാക്കി കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാം. നമ്മൾ ഈ ഒരു പ്രലോഭിച്ച് പറയുക അല്ലെങ്കിൽ അത് എക്സാജറേഷൻ ചെയ്യുകയല്ല. അത് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്ക് അറിയാം. അതാണ് എനിക്കിവിടെ ആദ്യമായി തന്നെ പറയാനുള്ളത്. ഉപദേവത കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതെല്ലാം ഉപരി തന്നെ ഈ ക്ഷേത്രം നടത്തുന്ന
നമ്മളുടെ ഒളപ്പമണ്ണ ട്രസ്റ്റിനെ ഒളപ്പമണ്ണ ദേവസ്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ജനകീയ ആളുകളാണ്. അതായത് ജനങ്ങൾക്ക് സമൂഹത്തിന് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ക്ഷേത്രങ്ങള് സഹജീവനത്തിന്റെ പാതയിലൂടെ ആയിരിക്കണം ക്ഷേത്രങ്ങൾ എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ശ്രീ നീലകണ്ഠൻ നമ്പൂരി, നമ്മുടെ ട്രസ്റ്റ് കൂടിയായ OMC ബ്രഹ്മശ്രീ OMC നീലകണ്ഠൻ നമ്പൂരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങൾ വളരെ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ക്ഷേത്രങ്ങളുടെ ജൈവകാരുണ്യം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ഒരു ട്രസ്റ്റ് ഈ 2022 രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി ഈ കോങ്ങാട്, മുണ്ടൂര് പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയൊരു അംശം എടുത്തുകൊണ്ട് തീരെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റ്, അതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അതുപോലെ സർജിക്കൽ കോട്ട്, അങ്ങനെ നമ്മളാൽ കഴിയുന്ന ക്ഷേത്രത്തിനാൽ കഴിയുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി നമ്മൾ അതും മറികടന്നുകൊണ്ട് ഈ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മളോടൊരു ക്ലിനിക്ക് സ്ഥാപിക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ. ആ ക്ലിനിക്കിൽ വളരെ ചെറിയ ലെവലിൽ ചാർജുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും വളരെ ദയനീയമായി വരുന്ന ആളുകൾ, സാമ്പത്തികമായി ഇല്ലാത്ത ആളുകൾക്ക് സൗജന്യമായി തന്നെ അവിടെ ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ക്ഷേത്രം ഒളപ്പമൺ ട്രസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ 10ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ക്ഷേത്രം നിൽക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അപ്പുറത്തേക്ക് വരുന്ന 10ഓളം പഞ്ചായത്തുകളിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇല്ലാത്തത് ക്ഷേത്രം ഒളപ്പമൺ ട്രസ്റ്റും അതുപോലെ നമ്മളുടെ ഭഗവതി ചാരിറ്റബിൾ ട്രസ്റ്റും കണ്ടെത്തുകയും അതിനു വേണ്ട തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രസ്റ്റ് ഒരു ഡയാലിസിസ് സെന്റർ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും നിങ്ങൾക്കെല്ലാം അറിയാം, ഈ ഭക്തജനങ്ങൾക്കറിയാം, അതുപോലെ നമ്മെ കേൾക്കുന്ന ക്ഷേത്രത്തെ കേൾക്കുന്ന ജനങ്ങൾക്കറിയാം, ഓരോ വാർഡിലും മിനിമം 2 to 3 പേരെങ്കിലും ഡയാലിസിന് വിധേയരായ ആളുകളാണ്. അവർക്ക് ഇവിടുന്ന് പാലക്കാട് പോകാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. നമ്മളുടെ അനുഭവത്തിൽ ഒരുപാട് അപ്ലിക്കേഷൻ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെ മറികടക്കാന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലം വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ 1-2 വർഷത്തുള്ള പ്രാബല്യത്തിലാവും. അത് ഈ ഭക്തജനങ്ങൾ എല്ലാവരും സഹായ സഹകരണം കൂടി അതിന് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല രീതിയിൽ ട്രസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിന് വേണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ആംബുലൻസ് പ്രവർത്തനം, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഭക്തജനങ്ങൾക്ക് അറിയാം. അതിനെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യം കൂടി പറയാൻ സൂചിപ്പിക്കുകയാണ്. നമ്മളുടെ കർക്കിടക മാസത്തില് 31 ദിവസവും ഇവിടെ നമ്പൂതിരി പൂജയാണ് നടക്കുന്നത്. മറിച്ച് ബാക്കിയെല്ലാം എന്താ പറയാ, കുളങ്ങരക്കാർക്കാണ് ഇതിന്റെ അവകാശം. അവർ കുളങ്ങരക്കാരാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കർക്കിടക മാസത്തിലും അതുപോലെ ഭഗവതിയുടെ പിറന്നാൾ ദിവസവും നമ്പൂതിരി പൂജ ആയിരിക്കും. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കുളങ്ങരക്കാരായിരിക്കും പൂജിക്കുക. നമ്മളുടെ ഇവിടുത്തെ മേൽശാന്തി സുരേഷ് തിരുമേനി അവകളാണ്. അദ്ദേഹത്തിന് ഞാൻ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും അതുപോലെ വിശേഷ കർമ്മങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ക്ഷേത്രത്തിന്റെ തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂരിപ്പാട് അവർകളാണ്. നേരത്തെ സൂചിപ്പിക്കേണ്ടതാണ്, അദ്ദേഹമാണ് നമ്മളുടെ തന്ത്രിയും നമ്മൾ അദ്ദേഹത്തിന്റെ സപ്പോർട്ടും അതുപോലെ ക്ഷേത്രത്തിന് എല്ലായ്പ്പോഴും ഉണ്ടാവും. ബാക്കി നമ്മളുടെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടി സുരേഷ് തിരുമേനിയെ മൈക്ക് ഞാൻ കൈമാറും. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്, ഇവിടുത്തെ മേൽശാന്തിയാണ്. പിന്നെ ഇവിടെ നിറയെ ഭക്തര് വന്ന് തൊഴുത് സങ്കടങ്ങൾ പറയുന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. പലരും 90% ആൾക്കാരും വന്ന് അമ്മയെ, കുന്നപ്പള്ളി അമ്മയെന്ന് പറഞ്ഞ് തൊഴുത് കരഞ്ഞ് വളരെ സങ്കടപ്പെട്ട് പോയിട്ട് പലർക്കും ഞാൻ പറയും ഇതുമാതിരി എന്തെങ്കിലും അവർ ചോദിക്കും എന്താണ് പ്രതിവിധി, എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ അവരുടെ ഇതിനനുസരിച്ച് അപ്പോഴത്തെ ഭഗവതി എന്താണോ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെമ്പരത്തിമാല കഴിക്കൂ, ചെമ്പരത്തിമാല ഒരു വഴിപാടായിട്ട് കെട്ടി ചാർത്താൻ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ കഠിന പായസം കഴിക്കൂ, അങ്ങനെയുള്ള ഓരോന്ന് പറയുമ്പോൾ അവർ അതോടൊരു സമാധാനത്തോട് പോയി പിന്നീട് അവരത് ആ വഴിപാടുകൾ നടത്താൻ വേണ്ടി വരുന്ന സമയത്ത് അവരെന്നെ വളരെ സന്തോഷവതിയായിട്ട് പറയാറുണ്ട്, അമ്മ ഞങ്ങളെ കാത്തു രക്ഷിച്ചു. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ കുന്നപ്പള്ളിക്കാവ്. മക്കൾ കരഞ്ഞു വിളിച്ചാൽ കേൾക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിമാല കെട്ടിച്ചേർത്തുക, കഠിന പായസം, ഇതൊക്കെയാണ് മെയിനായിട്ട്. അതേമാതിരി 30 വെള്ളിയാഴ്ച, 30 ചൊവ്വാഴ്ച, ഈ ദിവസങ്ങളിലെല്ലാം വളരെ പ്രധാനങ്ങളാണ് ഭഗവതി വഴിപാടുകൾ നടത്താൻ. പിന്നെ ഭൈരവ പൂജയുണ്ട്, അതും നല്ല പ്രധാനപ്പെട്ട ഒരു തന്നെയാണ്. പലർക്കും പലതിനും വേണ്ടിയിട്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൈരവനും പൂജ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പിന്നെ ഇവിടെ അമ്പലം തുറക്കുന്നത് കാലത്ത് 5:30 തുറക്കും.
പൂജയെല്ലാം കഴിഞ്ഞിട്ട് 9 മണിക്കാണ് പൂജ. പൂജ കഴിഞ്ഞിട്ട് 10:30 ക്ഷേത്രനട അടയ്ക്കും. വൈകിട്ട് വീണ്ടും 5:30 തുറക്കും. 5:30 തുറന്നിട്ട് 7:30 വരെ ഉണ്ടാവും. 7:30 വീണ്ടും ക്ഷേത്രനട അടയ്ക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിശേഷാൽ ദിവസങ്ങളിലോ തിരക്കുള്ള ദിവസങ്ങളിലോ അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ മുന്നും വരാനുള്ള ഇതുണ്ട്. പിന്നെ ഇവിടുത്തെ വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ടറക്കല്. മുട്ടറക്കൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. കാലത്ത് 7:30 മണി മുതൽ 9:30-10 മണി വരെ കൊണ്ടുവരുന്ന തേങ്ങകളെല്ലാം മുട്ടറുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ പുഷ്പാഞ്ജലികൾ, എല്ലാ തരത്തിലുള്ള പുഷ്പാഞ്ജലികളും ഇവിടെ വഴിപാടായിട്ട് നടത്താനുണ്ട്. വിവാഹ സൂക്തം, രക്തപുഷ്പാഞ്ജലി, സാധാരണ പുഷ്പാഞ്ജലി തുടങ്ങിയ പുഷ്പാഞ്ജലികളും അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. മുട്ടറക്കലാണ് 30 വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം നിറയെ കൂടുതൽ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ മുട്ടറക്കലുകൾ വരുന്ന ദിവസം കൂടിയാണ് 30 വെള്ളിയാഴ്ച. അതും ഒരു പ്രത്യേക വഴിപാടുകളാണ്. നമസ്കാരം. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കൗണ്ടർ ക്ലർക്കായി പ്രവർത്തിക്കുകയാണ്. എൻ്റെ പേര് കേശവൻ. ഞാൻ ഈ അമ്പലത്തിൽ ചുരുങ്ങിയ കാലമായിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, എങ്കിൽ പോലും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അമ്പലമാണത്. ഞാൻ വേറെ 2-3 ക്ഷേത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിലുപരിയായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അമ്പലമാണത്. ഞാൻ നമ്മുടെ കൗണ്ടർ പ്രവർത്തന സമയം വന്നിട്ട് രാവിലെ 6 മണി മുതൽ 10:30 മണി വരെയും, അതുപോലെ വൈകുന്നേരം 5:30 മണി മുതൽ 7:30 മണി വരെയാണ് കൗണ്ടർ പ്രവർത്തനം ഉള്ളത്. ഇവിടെ 30 ഞായറാഴ്ച, എല്ലാ മാസവും നടത്തുന്ന 30 ഞായറാഴ്ച നമ്പൂതിരിമാരാണ് പൂജയ്ക്ക് വരാറ്. അതുപോലെ വൃശ്ചിക മാസം 12 ദിവസം അതും ഇതേമാതിരി നമ്പൂതിരി പൂജയാണ്. പിന്നെ കർക്കിടക മാസത്തിൽ ഉള്ള 31 ദിവസം. ഇങ്ങനെ ഒരു വർഷത്തില് ഇത്രയും ദിവസങ്ങൾ, വളരെ പരിമിതമായ ദിവസങ്ങളിലാണ് നമ്പൂതിരി പൂജ ഉള്ളത്. ബാക്കിയെല്ലാം കുളങ്ങര നായന്മാരാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. പിന്നെ അറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരുപാട് ഭക്തർ വന്നിട്ട് എന്ത് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും കൗണ്ടറിൽ വന്ന് പറയുമ്പോൾ അമ്മയോട് പറഞ്ഞു പോയി അത് ശരിയായി, ഇന്ന വഴിപാട് ചെയ്യണം എന്നുള്ള ഒരു ഇത് തരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇവിടുത്തെ ഉപദേശക സമിതി അംഗങ്ങളെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ ട്രസ്റ്റി, മറ്റു മാതൃസമിതി അംഗങ്ങളെ എല്ലാവരും, ഇവിടെ നല്ലൊരു മാതൃസമിതി അംഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് അത്താഴ പൂജയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ആ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നുള്ളൊരു നാമം, അത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പിന്നെ അഹോരാത്രം, അതായത് രാത്രിയില്ല പകലൊന്നില്ലാതെ പ്രവർത്തിക്കുന്ന ഉപദേശക സമിതിയാണ്. അതിനുവേണ്ടി സപ്പോർട്ട് നൽകുന്ന ട്രസ്റ്റി, മറ്റു ജീവനക്കാര്, ഇവിടെ ഒരുപാട് ജീവനക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. എന്തായാലും നല്ലൊരു അമ്പലമാണ്. എല്ലാവിധത്തിലുള്ള വഴിപാട് ഏത് വിധത്തിലുള്ള വഴിപാട് ചെയ്താലും അതിനൊരു ഫലം കിട്ടുന്ന ഒരു അമ്പലം കൂടിയാണത്.